അർജുനന്റെ സാരഥിയായി പ്രപഞ്ചതത്വം ഉപദേശിച്ച് ഗീതോപദേശകനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്ന മഹാക്ഷേത്രം. ഇവിടെ ഗുരുവായൂരപ്പൻ അതായത് പാർത്ഥസാരഥി സ്വരൂപത്തിലുള്ളതാണ്. ഒരു കയ്യിൽ ചമ്മട്ടി, ഒരു കയ്യിൽ വലത്തെ കയ്യിൽ ചമ്മട്ടി, ഇടത്തെ കയ്യിൽ പാഞ്ചജന്യം. അതാണ് വിഗ്രഹത്തിന്റെ രൂപം. ഹരിയും ഹരനും ഒന്നാകുന്ന അപൂർവ സങ്കല്പം. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീകോവിലില് ഈ വിഗ്രഹത്തിന്റെ അടുത്ത് തന്നെ ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. അതൊരു പ്രതിഷ്ഠ രൂപത്തിലല്ല, ശിവലിംഗം കൊട്ടിയിട്ടുള്ള ഒരു പീഠത്തിന്റെ പോലെ ശിവലിംഗമാണ്. അതിന് ശാളഗ്രാമമുണ്ട്. കൊല്ലം തോറും ഗുരുവായൂർ ഏകാദശി ദിവസം ആണ് ഈ ക്ഷേത്രത്തിലെ ഏകാദശി വിളക്ക് മഹോത്സവം നടക്കുന്നതാണ്. ഇവിടുത്തെ നാട്ടുകാർ പറയാറുണ്ട് ഗുരുവായൂർ പാതി ഗോവിന്ദപുരത്ത്. അതെ, ഗുരുവായൂരപ്പന്റെ അത്രമേൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും പൂജാവിധികളുമാണ് ഇവിടെയുള്ളത്. ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ നമുക്ക് വഴികാട്ടിയാവാൻ ഭഗവാൻ പാർത്ഥസാരഥി ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് ഗുരുവായൂർ നടയിൽ എന്നതുപോലത്തെ അനുഭൂതിയാണ്. അർജുനന്റെ സാരഥിയായി പ്രപഞ്ചതത്വം ഉപദേശിച്ച് ഗീതോപദേശകനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്ന മഹാക്ഷേത്രം. മഹാഭാരത യുദ്ധത്തിൽ സൂര്യാസ്തമനത്തിന് മുമ്പ് ജയദ്രഥനെ വധിക്കുമെന്ന് അർജുനൻ ശപഥം ചെയ്യുന്നു. എന്നാൽ ജയദ്രഥനെ കൗരവപട ഒളിപ്പിച്ചു നിർത്തുന്നു. ഈ മഹാപ്രതിസന്ധി മറികടക്കാനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പരമശിവനെ പ്രാർത്ഥിക്കുന്നു. ഈ ശിവസങ്കല്പമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഹരിയും ഹരനും ഒന്നാകുന്ന അപൂർവ സങ്കല്പം. പാലക്കാട് മണ്ണാർക്കാടുള്ള ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് മണ്ണാർക്കാട് ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ മേൽശാന്തി ആയിട്ടുള്ള അരുൺ എമ്പ്രാന്തിരിയാണ്. നമസ്കാരം. നമസ്കാരം. പാർത്ഥസാരഥി ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഗോവിന്ദപുരം പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഭഗവാന്റെ ഭാവം അതുപോലെ തന്നെ പ്രതിഷ്ഠയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടെ ഗുരുവായൂരപ്പൻ അതായത് പാർത്ഥസാരഥി സ്വരൂപത്തിലുള്ളതാണ്. ഒരു കയ്യിൽ ചമ്മട്ടി, ഒരു കയ്യിൽ വലത്തെ കയ്യിൽ ചമ്മട്ടി, ഇടത്തെ കയ്യിൽ പാഞ്ചജന്യം. അതാണ് വിഗ്രഹത്തിന്റെ രൂപം. കുറച്ച് ദേഷ്യത്തോടെ ഇരിക്കുന്ന രൂപമാണ്. കൃഷ്ണന്റെ എന്താ പറയാ സൗമ്യഭാവത്തിലുള്ള എന്നല്ലാതെ പാർത്ഥന്റെ സാരഥിയായിരിക്കുന്ന സമയത്ത് ഗീതോപദേശ സമയത്ത് കുറച്ച് ദേഷ്യത്തിലാണ് കക്ഷിയുള്ളത്. അപ്പോൾ ആ രൂപത്തിലാണ് കൃഷ്ണനാണ്. തീർച്ചയായിട്ടും കൃഷ്ണന്റെ രൂപം തന്നെയാണ്. കൃഷ്ണനായിട്ട് തന്നെയാണ് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ പാർത്ഥസാരഥിയാണ്. പൂജാ കാര്യങ്ങളെല്ലാം കൃഷ്ണൻ മഹാവിഷ്ണുവിന്റെ പൂജയാണ് ഇതുപോലത്തെ എല്ലാ പ്രതിഷ്ഠകൾക്കും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ശ്രീകോവിലില് ഈ വിഗ്രഹത്തിന്റെ അടുത്ത് തന്നെ ഒരു ശിവന്റെ പ്രതിഷ്ഠയുണ്ട്. പ്രധാന ഗർഭഗൃഹത്തിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. പൊതുവെ അങ്ങനെയാണ്. ഇവിടെ രണ്ടാളുണ്ട്. ശിവൻ പറയുമ്പോ ബ്രഹ്മാവിന് ത്രിമൂർത്തികളിൽ പ്രത്യേകിച്ച് ക്ഷേത്രങ്ങൾ വളരെ കുറവാണ്. ഒന്നോ രണ്ടൊക്കെ ഉള്ളൂ. അപ്പൊ അതിൽ ബാക്കിയുള്ള രണ്ട് ത്രിമൂർത്തികളായിട്ടുള്ള വിഷ്ണുവും ശിവനും ഒരു ശ്രീകോവിലും ഒരു ഗർഭഗൃഹത്തിലുള്ള ഒരേ ശ്രീകോവിലുള്ള അടുത്തടുത്ത് ഭഗവാന്റെ ഇടതുവശത്ത് നമുക്ക് നോക്കുമ്പോൾ ഭഗവാന്റെ ഇടതുവശത്തായിട്ടാണ് അതിന് വെച്ചിരിക്കുന്നത്. അതൊരു പ്രതിഷ്ഠ രൂപത്തിലല്ല, അതൊരു ശിവലിംഗം കൊട്ടിയിട്ടുള്ള ഒരു പീഠത്തിന്റെ പോലെ ശിവലിംഗമാണ്. അതിന് ശാളഗ്രാമമുണ്ട്.
മണ്ണാർക്കാട് താലൂക്കിലെ അതിപുരാതനമായ ക്ഷേത്രമാണ് ഗോവിന്ദപുരം ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം. ഇവിടുത്തെ പ്രതിഷ്ഠ പാർത്ഥസാരഥിയാണ്. കൊല്ലം തോറും ഗുരുവായൂർ ഏകാദശി ദിവസം ആണ് ഈ ക്ഷേത്രത്തിലെ ഏകാശി വിളക്ക് മഹോത്സവം നടക്കുന്നതാണ്. ആ ഏകാശി വിളക്ക് മഹോത്സവം വളരെ ഭംഗിയായി നടത്തലുണ്ട്. അതിനുശേഷം ശ്രീകൃഷ്ണ ജയന്തി, വിഷു, പ്രതിഷ്ഠാദിനം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസത്തിലെ 30 വ്യാഴാഴ്ചയും ഞങ്ങൾ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു പ്രഭാത ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ പറയാറുണ്ട് ഗുരുവായൂർ പാതി ഗോവിന്ദപുരത്ത്. അതെ, ഗുരുവായൂരപ്പന്റെ അത്രമേൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും പൂജാവിധികളുമാണ് ഇവിടെയുള്ളത്. ഗുരുവായൂരിലെ അതേമാതിരിയുള്ള ഇതായതുകൊണ്ട് 30 വ്യാഴാഴ്ച ദിവസങ്ങളിലും ധാരാളം ഭക്തജനങ്ങൾ വരികയും ഇവിടെ വന്ന് ദർശനം നടത്തി പോകാറുമുണ്ട്. ഇവിടെ നമുക്ക് ഒരേ ഗർഭഗൃഹത്തിൽ ശിവനും കൃഷ്ണനും ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതങ്ങനെ പൊതുവിൽ കാണാറില്ല. അപ്പൊ ഇവിടത്തെ ഒരു നിത്യപൂജാ സമ്പ്രദായം എങ്ങനെയാണ്? ഇവിടെ നമുക്ക് ദിവസം ത്രികാല പൂജയുണ്ട്. ഗുരുവായൂരപ്പന് അഭിഷേകങ്ങൾ കഴിഞ്ഞാൽ മലനിവേദ്യം കഴിഞ്ഞാൽ ഉഷപൂജ, അത് കഴിഞ്ഞാൽ ഉച്ചപൂജ, വൈകുന്നേരം അത്താഴപൂജ. ഇതാണ് ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ നിത്യപൂജ. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ ദുർഗയ്ക്ക് ദിവസവും ഭഗവത് സേവ ഉണ്ട്. സന്ധ്യാനമസ്കാരം എന്ന് പറയും, അതുകൊണ്ട്. അപ്പോൾ ദിവസവും 4 പൂജകളാണ്. 3 പൂജ ഗുരുവായൂരപ്പന് ത്രികാല പൂജയായിട്ട്, പിന്നെ ഭഗവതിക്ക് സന്ധ്യാനമസ്കാരം. രാവിലെ ഗണോദയമം, അതൊക്കെ അതായത് ഗണോദയമം. ഇവിടുത്തെ ഉപദേവതാ സങ്കല്പങ്ങളായിട്ട് വരുന്നത്, ഇവിടെ ഉപദേവന്മാരായിട്ടുള്ള ഗണപതി ഉണ്ട്. ഗണപതി അയ്യപ്പനും ഒരു ശ്രീകോവിലുള്ളതാണ്. പിന്നെ ഭഗവതി ഉണ്ട്, ദുർഗാ രൂപത്തിലുള്ള ഭഗവതി ഉണ്ട്. പിന്നെ ഹനുമാനുണ്ട്. അത് നാലമ്പലത്തിൻ്റെ ഉള്ളിൽ. മതിലകത്തിൻ്റെ ഉള്ളിൽ വേറെ ബ്രഹ്മരക്ഷസുണ്ട്, നാഗങ്ങളുണ്ട്. അപ്പോൾ ഇത്രയാണ് അമ്പലത്തിൻ്റെ പുറത്തും അകത്തുമായിട്ടുള്ള പ്രതിഷ്ഠകളും ദേവതകളും. ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ ചന്ദനം ചാർത്തി കാണുന്ന ആ വിഗ്രഹത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് നമ്മൾ പറയാറില്ലേ? അതിപ്പോ ഇതിൽ മാത്രമല്ല, ആളുകളും പറയാറുണ്ട്. അതായത് വിഗ്രഹം ശരിക്കും നന്നായിട്ട് രാവിലെ വാകച്ചാർത്തൊക്കെ കഴിഞ്ഞിട്ട് എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല കറുപ്പ് കളറാണ്. നല്ല കറുപ്പ് കളറാണ്. നല്ല ഡീപ്പായിട്ടുള്ളൊരു കറുപ്പാണ്. അത് സാധാരണ വിഗ്രഹങ്ങളിൽ ഞാൻ പല അമ്പലങ്ങളിലും പൂജയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പല സ്ഥലങ്ങളും സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വിഗ്രഹം ഭംഗിയായിട്ടുണ്ടാവും, പക്ഷെ ആ കളറിന് വ്യത്യാസമുണ്ട്. ആ മുഖം അത് ഫുള്ള് നല്ല കറുപ്പ് കളറാണ്. ശരിക്കും നല്ല കറുപ്പ് കളറാണ്. റയറായിട്ടുള്ള ശിലകളാണ്. അത് വളരെ മൈക്രോ ലെവലിൽ നമ്മളത് അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അത്രയും കൊത്തുപണികൾ അതിലുണ്ട്. അത് നമുക്ക് അടുത്തിരിക്കുമ്പോഴേ കാണുള്ളൂ. അതായത് നമ്മളൊരു പാലഭിഷേകം ചെയ്യുമ്പോൾ അതിൻ്റെ ആ രൂപം, ആ പാല് അഭിഷേകം ചെയ്ത് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൊത്തുപണികൾ കാണാൻ നേരിട്ട് നോക്കുമ്പോൾ മനസ്സിലാവില്ല. അത് ആ പാലഭിഷേകം ചെയ്യുമ്പോൾ അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ആ കൊത്തുപണി ലൈൻസ്, ആ പിരികൊക്കെ നമുക്ക് അതിൽ പിരികൊക്കെ ഉണ്ട്. പിരിക നമുക്ക് പുറത്ത് നോക്കിയാൽ കാണില്ല. അപ്പോൾ പിരികൊക്കെ വളരെ ചെറിയൊരു ലൈനാണ്, പക്ഷെ ആ ലൈൻ അത്രയും വൈകിട്ടായിട്ട് കൃത്യമായിട്ടുണ്ട്. അത് പക്ഷെ കാണില്ല, നമുക്ക് പുറത്ത് നോക്കിയാൽ കാണില്ല. അത് നമ്മൾ ഒരു 1 ഫീറ്റ് ഈ ഡിസ്റ്റൻസിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ കാണും. ഇവിടുത്തെ ഗർഭഗൃഹത്തിൽ ശ്രീ പരമേശ്വരനും പാർത്ഥസാരഥി ഭാവത്തിൽ മഹാവിഷ്ണുവും ഒരുമിച്ച് വാണരുളുന്നു. ഇപ്പൊ ഈ കൃഷ്ണന്റെ തുല്യ പ്രാധാന്യം ശിവനില്ലേ ഇവിടെ? പ്രാധാന്യം കൊണ്ടില്ലേ? അത് എന്തായാലും ഗർഭഗൃഹത്തിലുള്ള പ്രധാന പ്രതിഷ്ഠയ്ക്ക് ഗുരുവായൂരപ്പനാണ് പ്രാധാന്യം. അതിൽ സംശയമൊന്നുമില്ല. ശരിക്കും ശിവനും കൃഷ്ണനും തുല്യ പ്രാധാന്യമുള്ളവർ തന്നെയാണ്. ഒന്ന് കുറച്ച് കാണിക്കാനോ പറ്റില്ല. ശ്രീകോവിലാണ് നമ്മള് ദീപാരാധനയ്ക്ക് ആരതി ഒഴിയലൊക്കെ 2 ഭാഗത്തും ഒഴിയാറില്ലേ?
ഇല്ല, അത് ഗുരുവായൂരപ്പന് ദീപാരാധന ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ ദീപാരാധന. ഈ പറഞ്ഞ അഭിഷേകങ്ങളും കാര്യങ്ങളും എല്ലാം ഗുരുവായൂരപ്പന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂരപ്പനുണ്ട്. എന്തൊക്കെ ഇവിടെ ഉള്ള അവിടെ നേദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളിൽ നേദിക്കാറുണ്ട്. 2 നേരം നേദിയുണ്ട്. പിന്നെ പിൻവിളക്ക് ഉണ്ട്. പിൻവിളക്ക് എന്നും പിൻവിളക്കായിട്ട് തന്നെയാണ് ചെയ്യാറ്. രണ്ടാളും കൂടി ഉള്ളത് വിഗ്രഹം എന്താ പറയാ, ഇത് വേറെ എവിടെയും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അറിയാനും പറ്റില്ല. സാധാരണ ചിലപ്പോ ചില സ്ഥലങ്ങളിൽ ഉണ്ടാവും. ശിവൻ ഉള്ള കാര്യം തന്നെ പലർക്കും അറിയില്ലായിരുന്നു. പിന്നെ അപ്പൊ ചിലവർ ചോദിക്കും അതെന്താ അവിടെ, അപ്പൊ ശിവനാ. അപ്പൊ ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് തന്നെ പല ആൾക്കാർക്ക് ചുറ്റടുത്തുള്ള ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ കുറെ കാലമായിട്ട് അറിയും. മുമ്പ് അതെ, അത് ആ ഒരു രൂപം അതിൻ്റെ ഉള്ളിൽ എങ്ങനെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കും ഒരു പിടിയില്ല. അതിനുള്ളിൽ എത്രയോ കാലങ്ങളായിട്ടുണ്ട്. ശിവനും വിഷ്ണുവും പാലക്കാട് വേറെ ഏതെങ്കിലും അമ്പലം ഉണ്ടോ? ശങ്കരാചരണ പൂജകൾ ധാരാളം വരും ഇവിടെ ഉണ്ട് അല്ലേ? അതൊന്ന് പറയൂ. ശങ്കരാചരണ പൂജ ശങ്കരനും നാരായണനുമായിട്ടുള്ള ഒരു ശങ്കരനാരായണൻ എന്ന് പറഞ്ഞാൽ അതിന് ഒരു വേറെ മൂലമന്ത്രം തന്നെയാണ്. ശങ്കരനും നാരായണനും നമ്മൾ തന്ത്രസമുച്ചയം നോക്കുമ്പോൾ ശങ്കരനാരായണ പ്രത്യേകമായിട്ടുള്ള പൂജ ഉണ്ട്. അത് പ്രത്യേക പൂജ ഉണ്ട്. അതിന്റെ ധ്യാനവും മൂലമന്ത്രമൊക്കെ വേറെയാണ്. ശങ്കരനും നാരായണനും ചേർന്നെങ്കിലും അതിന്റെ പൂജ വേറെ പൂജയാണ്. അപ്പൊ ശങ്കരാചരണ പൂജകൾ ധാരാളം വരും. കാരണം വെച്ചാല് ഈ ശങ്കരാചരണം നമുക്ക് എവിടെ വേണം കഴിക്കാം. പക്ഷെ ഇവിടെ രണ്ടാളും ഒരുമിച്ചുള്ളതുകൊണ്ട് അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു വഴിപാടുകൾ ധാരാളം വരാറുണ്ട്. ലക്ഷ്മി നാരായണ പൂജ വരാറുണ്ട്. അത് പിന്നെ സങ്കല്പത്തിലാണ് ചെയ്യുക. ലക്ഷ്മി നാരായണനും അല്ലല്ല, നമ്മൾ തടപ്പള്ളിയിലാണ് ചെയ്യുക. ശങ്കരാചരണ പൂജ ആണെങ്കിൽ അങ്ങനെ തന്നെ പത്മവട്ടിട്ട് ശങ്കരാചരണ പൂജ ചെയ്യാറുണ്ട്. അപ്പൊ ശങ്കരാചരണ പൂജയ്ക്ക് പ്രാധാന്യം കൂടുതലുള്ളത് കാരണം ശ്രീകോവിലുള്ള രണ്ടാളും ഒന്നിച്ചിട്ടുള്ളതാണ്. അതല്ലാതെയും കഴിക്കാം കേട്ടോ, അങ്ങനെ പാടില്ല. പക്ഷെ ഇതും കൊണ്ട് കുറച്ചും കൂടി രണ്ടാളും സാന്നിധ്യം ഉണ്ട്. എൻ്റെ ഉള്ളിൽ രണ്ടാളും സാന്നിധ്യം ഉള്ളതുകൊണ്ട് ഈ പലയിടത്തും ഞങ്ങൾ പറയും ശിവൻ ഉപദേവനായിട്ട് തന്നെ പലപ്പോഴും കാണൽ കുറവാണ്. അവിടെ ഒരു ശ്രീകോവിലിനകത്ത് തന്നെ ശിവനും വിഷ്ണുവും കൂടെ ഒരുമിച്ചുണ്ട് എന്ന് പറയുമ്പോൾ അത്രയും ശ്രേയസ്കരാണെന്നാണല്ലോ കാണേണ്ടത്. അതെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഗുരുവായൂർ നമ്മൾ പാൽപ്പായസത്തിന്റെ പ്രാധാന്യം പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളായിട്ട് ആൾക്കാർ കണക്കാക്കുന്നത് പാൽപ്പായസം. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന് പാൽപ്പായസം തന്നെയാണ് പ്രാധാന്യമുള്ള ഒരു വഴിപാട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പാൽപ്പായസം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. അപ്പോൾ ചമയം അതിൽ കൂടുതൽ ആളുകൾ ചീട്ടാക്കുന്നത് ചമയം തന്നെ. അതെ, ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒക്കെ അന്ന് ഈ വഴി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇവിടെ വന്ന് തൊഴാൻ ഞാൻ എടുത്തു പറയാറുള്ളൊരു കാരണം, ആ സമയത്ത് നമുക്ക് ഭഗവാന്റെ മുഖം ഇവിടെ കാണാൻ വളരെയധികം ഭംഗിയിലാണ് ഇവിടെ എപ്പോഴും നമ്മൾ ആ ചന്ദനം ചാർത്തിയിട്ട് കാണാറുള്ളത്. അത് തിരുമേനിയാണ് പരമാവധി സമയത്തും ചന്ദനം ചാർത്താറുള്ളത്. ആ ചാർത്തി കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ആ മുഖം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംതൃപ്തി, അതല്ല അതിൻ്റെ ഏറ്റവും വലിയൊരു അല്ലേ. ആളുകളുടെ കാഴ്ചപ്പാട് നമ്മൾ പരമാവധി ഭംഗിയാക്കി നോക്കും, ചെയ്യാറുണ്ട്. ചിലവർക്ക് അത് ചില ദിവസം ഒരേ ആളിനെ പല ദിവസം വന്നു കഴിഞ്ഞാൽ പല ദിവസം വന്ന് എന്ത് നന്നായിരുന്നു, നാളെ വേറെ ദിവസം വന്നിട്ട് വേറെ രൂപത്തിലാണ്, അങ്ങനെ പലതും പറയാറുണ്ട്. അല്ല, ഏകദേശം നമ്മൾ കാണുന്ന ഒരു കാഴ്ചപ്പാടും കൂടി ഉണ്ട് ഇതിൽ. നമ്മൾ വിഷമത്തിൽ പോയി കഴിഞ്ഞാൽ കക്ഷി വിഷമത്തിലായിരിക്കും ഉണ്ടാവുക.
നമ്മൾ സന്തോഷത്തോടെ പോയിട്ട് അപ്പോൾ നമ്മൾ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഫേസ് എപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്. ഗുരുവായൂർ ഏകാദശിയാണ് അതെ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാവശ്യം. ഇവിടെ നമ്മൾ ഗോവിന്ദോര ഏകാദശി എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് പറയാറുണ്ട്. ഗുരുവായൂർ ഏകാദശിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അതെ ഉത്സവം. അതെ അന്നത്തെ അതിനു മുമ്പായിട്ട് 10 ദിവസത്തെ ഉത്സവമുണ്ട്. അതായത് കൊടിമരം സ്ഥാപിച്ചിട്ട് കൊടിമരം മുമ്പ് കൊടിമരം ഉണ്ടായിരുന്നില്ല. കൊടിമരം സ്ഥാപിച്ച് 10-20 വർഷത്തിൻ്റെ അടുത്തായി. അപ്പോൾ ഉത്സവം തീർച്ചയായിട്ടും വേണം. അപ്പോൾ ഈ ഏകാദശി വൃശ്ചികത്തിലെ ഏകാദശിയുടെ മുമ്പായിട്ട് ആ ഉത്സവം തീരണ ദിവസം 6 ദിവസം. ദശമി ദിവസം ആറാട്ട്, പിറ്റേ ദിവസം ഏകാദശി. അതെ, ദശമി ദിവസം ആറാട്ട്. ദശമി ദിവസം ആറാട്ട് കഴിഞ്ഞ് അന്ന് കൊടി ഇറങ്ങിയ ശേഷം അന്ന് വൈകുന്നേരം ദശമി വിളക്ക്, പിറ്റേ ദിവസം ഏകാദശി വിളക്ക്, പിന്നെ ദ്വാദശി പണം നമസ്കാരം, പിന്നെ ദ്വാദശി നമസ്കാരമുണ്ട്. അന്ന് കളഭാഭിഷേകം ഉണ്ട്. അതുപോലെ അന്ന് നമസ്കാരമുണ്ട്. പിന്നെ ഉത്സവത്തിന് ഈ 6 ദിവസവും 7 ദിവസവും അത് താന്ത്രിക ചടങ്ങുകളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഉത്സവത്തിന്റെ പൂർണ്ണമായിട്ട് നമ്മൾ ഇവിടെ ചെയ്യാറുണ്ട്. അത് അപ്പോൾ ഈ ഉത്സവവും ഏകാദശിയും കൂടിയിട്ട് 10 ദിവസം. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ പല പ്രേക്ഷകർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും, ചിലപ്പോൾ അവർ ആശ്ചര്യത്തോടെ കാണുന്നുണ്ടാവും. ഇപ്പൊ സാധാരണ ദിവസങ്ങളിൽ ഗുരുവായൂർ എത്ര തിരക്കുണ്ടോ അത്രയും തിരക്ക് ഗുരുവായൂർ ഏകാദശി ദിവസം ഇവിടെ നമുക്ക് സാധാരണ ദിവസങ്ങളിൽ എങ്ങനെ പോയാലും ഒരു 19,000 പേരെങ്കിലും വന്ന് തൊഴുന്ന രീതിയിൽ അത്രയും തിരക്ക് ഇവിടെ, അത്രയും ആ റോഡ് വരെയൊക്കെ അത്യാവശ്യം ഇപ്പോൾ കൗണ്ട് ചെയ്തിട്ടില്ല, എന്നാലും ഈ പറഞ്ഞ വലിയ സംഖ്യ. ഈ 2 ദിവസം, അതായത് ഏകാദശി വിളക്ക് ദിവസം രാവിലെ 3 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ രാവിലെ തുറക്കും. 3 മണിക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളും അഭിഷേകങ്ങളും പാകച്ചാർത്തും എണ്ണയാടലും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്ത് തുടങ്ങണ ദർശനം ഉച്ചപൂജ കഴിയുമ്പോൾ 1:30 ചിലപ്പോൾ 2 മണിയൊക്കെ ആവും. ഇത് കഴിയില്ല, ആളുകൾ വന്നു പോയില്ല. പിന്നെ ആളുകളെ നിർത്തിയിട്ട് നമ്മൾ പൂജ കഴിച്ചിട്ട് അമ്പലം അടക്കി പിന്നെ രണ്ടാമത് 3 മണിക്ക് തുറക്കും. പിന്നെ വൈകുന്നേരം പോലെ അത്രയും തിരക്കാണ്. ഇപ്പൊ നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ കയറ് കൊണ്ടെന്ന് വെച്ചു ആൾക്കാരല്ലേ. അപ്പൊ ഈ തുലാഭാരത്തിന്റെ ദ്രവ്യങ്ങളും അതിന്റെ ഈ സങ്കല്പവും ഒന്ന് പറയും. അതായത് ഇപ്പൊ നമ്മള് തുലാഭാരം നമ്മളെ സമർപ്പിക്കാന്നുള്ള ഒരു അതാണ് അതിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ അത് നമ്മൾ പലതും പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പല അസുഖങ്ങൾക്ക്, പലതും ഇപ്പോൾ ജോലി പ്രശ്നങ്ങൾക്ക്, ആരോഗ്യ പ്രശ്നങ്ങൾക്ക്, വേറെ എന്തെങ്കിലും. അപ്പോൾ പലതിനും പല കാര്യങ്ങൾ നമ്മൾ തുലാഭാരത്തിന് ദ്രവ്യമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ കൂടുതലും ഇളനീര്, പഴം, നേന്ത്രപ്പഴമോ ചെറുപഴമോ, അങ്ങനെ പഞ്ചസാര, ഈ പറഞ്ഞ കയറ്, പിന്നെ ശുദ്ധജലം, ഈ പറഞ്ഞ ഇതൊക്കെ വെച്ചിട്ട് ചേന, ഈ കാര്യങ്ങളൊക്കെ വെച്ച് തുലാഭാരം ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ ഉത്സവ സീസൺ ഏകാദശി സമയത്ത് അത് ഒരു നിരവധി ഉണ്ടാവും, ധാരാളം ഉണ്ടാവും. പിന്നെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെയും എല്ലാ വർഷവും ഭാഗവത സപ്താഹം മുടങ്ങാതെ എത്രയോ വർഷങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ അത് ഭാഗവത സപ്താഹം വൈശാഖ മാസത്തിലാണ് ഉണ്ടാവാറ്. അതിപ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരുവിധം എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും, കാരണം വരുന്നവരെല്ലാം അത്രയും പ്രശസ്തരാണ്. അതെ, എന്തായാലും സന്തോഷം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെന്തായാലും. താങ്ക് യു. ജീവിതമാകുന്ന കുരുക്ഷേത്രത്തിൽ നമുക്ക് വഴികാട്ടിയാവാൻ ഭഗവാൻ പാർത്ഥസാരഥി ഭാവത്തിൽ ഇവിടെ കുടികൊള്ളുന്നു. ഈ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ മനസ്സിന് ഗുരുവായൂർ നടയിൽ എന്നതുപോലത്തെ അനുഭൂതിയാണ്.